അടുത്ത ക്ലാസ് നെക്സ്റ്റ് ക്ലാസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നത് എന്താണ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ കോമ്പോസിഷൻ അല്ലെ റിലേഷൻ തമ്മിലുള്ള യൂണിയന് ഇന്റർസെക്ഷന് കോമ്പോസിഷൻ ഒക്കെ ആയിരുന്നു. ഇപ്പൊ നമുക്ക് ഇനി അടുത്തായിട്ട് പഠിക്കാനുള്ളതും കോമ്പോസിഷൻ തന്നെയാണ്. നമുക്ക് ഈ ആർ എന്ന് പറയുന്ന റിലേഷൻ ഡിഫൈൻഡ് ഓൺ എ സെറ്റ് എ എന്ന് പറയുന്ന സെറ്റിലാണ് ദ പവർ കണ്ടുപിടിക്കാൻ റിലേഷന്റെ പവർ കണ്ടുപിടിക്കാനാണ് ആർ റൈസ് ടു എൻ എന്ന് പറയുമ്പോൾ എൻ ഈക്വൽ ടു 1 2 3 എന്ന വേണേലും ആകാം. ആർ റൈസ് ടു 1 എന്ന് പറഞ്ഞാൽ ആർ തന്നെ, R1 വന്ന R1, ആർ റൈസ് ആർ എൻ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ആർ റൈസ് ടു എൻ ഇൻറ്റു ആർ ഇൻറ്റു നല്ല കോമ്പോസിഷനാണ് വരുന്നത്. ആർ റൈസ് ടു എൻ കോമ്പോസിഷൻ ആർ സ്ക്വയർ അപ്പൊ എന്തായിരിക്കും? ആർ കോമ്പോസിഷൻ ആർ ക്യൂബ് ആർ സ്ക്വയർ കോമ്പോസിഷൻ ആർ റൈസ് ടു 4 ആകുമ്പോൾ ആർ റൈസ് ടു 4 കോമ്പോസിഷൻ ആർ സ്ക്വയർ അല്ലെ, ആർ റൈസ് ടു 3 കോമ്പോസിഷൻ ഇതുണ്ട്. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇങ്ങനെ ആർ കോമ്പോസിഷൻ എന്ന് എഴുതാം. നമുക്കിത് കണ്ടുപിടിക്കാൻ ചോദിക്കും. എക്സാമ്പിൾ നോക്കാം. ക്വസ്റ്റ്യൻ നോക്കിയേ. ആർ ഇസ് ഈക്വൽ ടു സെറ്റ് ഫോൾ 1 2 2 1 3 2 4 3 അല്ലെ. ഫൈൻഡ് ദ പവർ ആർ റൈസ് ടു എൻ. എന്നെ 1 2 3 ഇഷ്ടമുള്ള അത്രയും കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം ആർ സ്ക്വയർ കണ്ടുപിടിക്കാവേ. ആർ എന്നാ തന്നിട്ടുണ്ട്, ആർ സ്ക്വയർ കണ്ടുപിടിക്കാം. ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആർ കോമ്പോസിഷൻ ആണ്. നിങ്ങൾക്കിപ്പം എഴുതാൻ പാടാണെന്നുണ്ടെങ്കിൽ ആറിനെ നോക്കി തന്നെ പിന്നെ എഴുതാൻ അറിയത്തില്ല, ആറ് 2 തവണ എഴുതിയിട്ട് നോക്കി ചെയ്യുക കേട്ടോ. ആറ് ഒന്ന് എഴുതുന്നു, ഇപ്പൊ ഈ ആറ് പിന്നെ ഒരു ആറൂടെ അതുപോലെ തന്നെ എഴുതിയിട്ട് അങ്ങനെ ചെയ്താലും മതി കേട്ടോ. ഇപ്പൊ 1 1 ഓക്കെ, 1 വേറെങ്ങും പോകുന്നില്ല, അപ്പൊ 1 1 തന്നെ. 1 2 ഉണ്ടോ? ഇല്ല, 1 വേറെ ഒന്നും പോകുന്നില്ല. ഇനി 2 1 ഉണ്ട്, 2 1 1 1, അപ്പൊ അങ്ങനെ വരുമ്പോ 2 1 തന്നെ. 3 2 ഉണ്ട്, പിന്നെ 3 2 2 എന്ന് എങ്ങോട്ടാ പോകുന്നത്? 2 1 എന്ന്. അപ്പൊ എന്ത് വരും? 3 2 2 1, അപ്പൊ 3 1 വരും. 4 3 3 2, അപ്പൊ 4 2 വരും കേട്ടോ. അങ്ങനെ കണ്ടുപിടിക്കാം. പിന്നെ നമുക്ക് ആർ ക്യൂബ് ആർ കോമ്പോസിഷൻ R2 കോമ്പോസിഷൻ ആണ്. അപ്പൊ ആറേയും തുടങ്ങണം കേട്ടോ. ആറേയും തുടങ്ങുമ്പോ 1 1 1 1 1 1, അപ്പൊ 1 1 തന്നെ. 1 എന്ന് വേറെ ഇല്ല. 2 1 1 1 2 1, പിന്നെ 3 2 2 1, അപ്പൊ 3 1 വരും. 3 2 എന്ന് വേറെ ഇല്ലല്ലോ, ഉണ്ടെങ്കിൽ അടുത്തെടുക്കാം. 4 3 3 1 4 1 വരും. പിന്നെ 4 3 3 2 അല്ലെ. 4 3 3 2 ഉണ്ടോ? 4 3 3 2 ഇല്ല. 4 1, അങ്ങനെ 4 1 അത്രേ ഉള്ളൂ. ആർ റൈസ് ടു 4 എന്ന് പറയുമ്പോൾ ആർ ക്യൂബ് കോമ്പോസിഷൻ എന്നോ അല്ലെങ്കിൽ ആർ സ്ക്വയർ കോമ്പോസിഷൻ സ്ക്വയർ എന്നോ എന്ത് വേണേലും എടുക്കാവേ. ഇവിടെ ആർ സ്ക്വയർ കോമ്പോസിഷൻ ആർ ക്യൂബ് കോമ്പോസിഷൻ എടുക്കാം. ആർ ക്യൂബ് കണ്ടുപിടിക്കുന്നത് ആർ സ്ക്വയർ കോമ്പോസിഷൻ ആണ് നമ്മൾക്ക് ഇവിടെ കിട്ടിയത്. ആർ റൈസ് ടു 4 എന്ന് പറയുന്നത് ആർ ക്യൂബ് കോമ്പോസിഷൻ ആർ ക്യൂബ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് ഈ കിട്ടിയിരിക്കുന്ന ആർ എന്ന് പറഞ്ഞ മേളിലത്തെ 1 1 ഉണ്ടോ? 1 1 ആർ ക്യൂബ് എന്താണ്? 1 1 1 1, അപ്പൊ 1 1 വരും. 2 1 2 1 2 1 തന്നെ, വേറെ ഇല്ല. 3 2 2 1, അപ്പൊ 3 1 വരും. 3 2 2 എന്ന് വേറെ ഇല്ല അല്ലേ. 4 3 3 1 4 1 വരും, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, ശ്രദ്ധിച്ചാൽ മതി. പിന്നെ അത് നെക്സ്റ്റ് റിലേഷൻ നോക്കി. ദ റിലേഷൻ ആർ ഓൺ എ സെറ്റ് എ ഈസ് ട്രാൻസിറ്റീവ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആർ റൈസ് ടു എൻ സബ്സെറ്റ് ഓഫ് ആർ ഫോർ എൻ ഈക്വൽ ടു 1 2 3 എക്സെട്ര 1 2 3 എക്സെട്ര. പ്രൂഫ് നോക്കാം. നമുക്ക് പ്രൂഫ് ചെയ്യേണ്ടതാണ്, ശ്രദ്ധിച്ച് കേട്ടോണം. ദ റിലേഷൻ ആർ ഓൺ എ സെറ്റ് എ ഈസ് ട്രാൻസിറ്റീവ്. നോക്കുക, ദ റിലേഷൻ ആർ ഓൺ എ സെറ്റ് എ ഈസ് ട്രാൻസിറ്റീവ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആർ റൈസ് ടു എൻ സബ്സെറ്റ് ഓഫ് ആർ ഫോർ എൻ ഈക്വൽ ടു 1 2 3 എക്സെട്ര. മനസ്സിലായോ? എന്താണ് ദ റിലേഷൻ ആർ ഓൺ എ സെറ്റ് എ ഈസ് ട്രാൻസിറ്റീവ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആർ റൈസ് ടു എൻ സബ്സെറ്റ് ഓഫ് ആർ. അതപ്പൊ നമുക്ക് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്ന് തന്നിട്ടുണ്ടേ എന്ത് വേണം? ആദ്യം ഫസ്റ്റ് പാർട്ട് അസ്യൂം ചെയ്യുക, സെക്കൻഡ് പാർട്ട് പ്രൂഫ് ചെയ്യുക, സെക്കൻഡ് പാർട്ട് അസ്യൂം ചെയ്യുക, ഫസ്റ്റ് പാർട്ട് പ്രൂഫ് ചെയ്യുക കേട്ടോ. ഇഫ് ആൻഡ് ഓൺലി ഇഫ്. പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ എന്ന് വെച്ചാൽ എന്താ? പി ഇംപ്ലൈസ് ക്യൂ അറ്റ് ദ സെയിം ടൈം ക്യൂ ഇംപ്ലൈസ് പി എന്ന് കൂടെ പ്രൂഫ് ചെയ്യണം അല്ലെ. റിലേഷൻ ആർ ഓൺ എ സെറ്റ് ഈസ് ട്രാൻസിറ്റീവ്. ട്രാൻസിറ്റീവ് ആണെങ്കിൽ ആർ റൈസ് ടു എൻ ആറിന്റെ സബ്സെറ്റ് ആണെന്നാണ് നമുക്ക് ആദ്യം പ്രൂഫ് ചെയ്യേണ്ടത്. പിന്നെ ആർ റൈസ് ടു എൻ ആറിന്റെ സബ്സെറ്റ് ആണെങ്കിൽ റിലേഷൻ ട്രാൻസിറ്റീവ് ആയിരിക്കും.
അപ്പൊ നമ്മൾ അസ്യൂം ചെയ്യുവാണ്. നമ്മൾ ആദ്യത്തെ സെക്കൻഡ് പാർട്ടാണ് അസ്യൂം ചെയ്യുക. വി സപ്പോസ് ദാറ്റ് R/n സബ്സെറ്റ് ഓഫ് ആർ. R/n ആറിന്റെ സബ്സെറ്റ് ആണെങ്കിൽ ഏത് 1, 2, 3 ഏതെടുത്താലും എന്താണ് സബ്സെറ്റ്? നമുക്ക് ട്രാൻസിറ്റിവിറ്റി കാണിക്കാൻ എന്തോ കാണിച്ചാൽ മതി? ട്രാൻസിറ്റിവിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് എന്താണ് എ ബി റിലേറ്റഡ് ആണ്, ബി സി റിലേറ്റഡ് ആണെങ്കിൽ എ സി റിലേറ്റഡ് ആണെന്ന് കാണിച്ചാൽ മതി അല്ലെ. അപ്പൊ നമുക്ക് രണ്ട് R2 എ ബി ഓർഡേഡ് പെയർ എ ബി ഫോമിലുള്ളത് മതി അല്ലെ. അപ്പൊ R2 എടുക്കാം. ഇൻ പർട്ടിക്കുലർ R/n സബ്സെറ്റ് ഓഫ് R ആയതുകൊണ്ട് R2 സബ്സെറ്റ് ഓഫ് R ആയിരിക്കും. നമുക്കറിയാം ട്രാൻസിറ്റിവിറ്റി ഡിഫൈൻ ചെയ്യാൻ പറയുന്നത് ഓർഡേഡ് പെയർ എ ബി ആണ്. അപ്പൊ അതുകൊണ്ടാണ് അത് തന്നെ എടുത്തേക്കുന്നത്. To see that this implies that R is transitive, not that. അപ്പൊ R ട്രാൻസിറ്റീവ് ആണെന്ന് എടുക്കാൻ വേണ്ടി നമ്മൾ എ ബി ആറിലുണ്ടെന്ന് എടുക്കുക. ആ ട്രാൻസിറ്റീവ് എടുക്കാൻ വേണ്ടി എന്ത് വേണം? എ ബി ആറിലുണ്ട്, ബി സിയും ആറിലുണ്ടെങ്കിൽ എ സി ആറിലുണ്ടെന്ന് കാണിക്കണം അല്ലെ. ഇപ്പൊ എ ബി ആറിലുണ്ടെന്ന് എടുക്കുന്നു, ബി സി ആറിലുണ്ടെന്ന് എടുക്കുന്നു. അങ്ങനെയാണ് എ സിയെ കുറിച്ച് എന്തറിയാമെന്ന് ചിന്തിക്കാം അല്ലെ. Then by the definition of composition, കോമ്പോസിഷന്റെ ഡെഫിനിഷൻ അനുസരിച്ച് നോക്കിയേ, എ ബി ആറിലുണ്ട്, ബി സി ആറിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും R² ആര് കാണും? എ സി കാണും. കോമ്പോസിഷൻ ഡെഫിനിഷൻ അതാ പറയുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? നമുക്ക് R² സബ്സെറ്റ് ഓഫ് R എന്ന് പറയാം. ബിക്കോസ് R² സബ്സെറ്റ് ഓഫ് R ആണ് അല്ലെ. R² സബ്സെറ്റ് ഓഫ് R ആയതുകൊണ്ടാണ് നമുക്ക് എന്താ ശ്രദ്ധിച്ച്, എ ബി ആറിലുണ്ട്, ബി സി ആറിലുണ്ട്, അപ്പം എ സി എവിടെ കാണും? R² കാണും അല്ലെ. എ സി R² ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആറിലുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം? എ ബി ആറിലുണ്ട്, ബി സി ആറിലുണ്ട്, എ സി ആറിലുണ്ടെന്ന് പറയാം. അപ്പം അത് ട്രാൻസിറ്റിവിറ്റി ഹോൾഡ് ചെയ്യും. ഇനി ഒൺലി ഇഫ് പാർട്ട് തിരിച്ചുള്ള അടുത്ത പാർട്ടാണ്. വി വിൽ യൂസ് ദ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ചാണ്. അതായത് ട്രാൻസിറ്റീവ് ആണെങ്കിൽ R/n ആറിന്റെ സബ്സെറ്റ് ആണെന്നാണ് പ്രൂഫ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ വി അസ്യൂം ദ ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ്. നമ്മൾ ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞ മെത്തേഡ് പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ, +2 പഠിക്കുന്നതാണ്. എങ്ങനെ ഇൻഡക്ഷൻ പറയുന്നത്? ഏറ്റവും ചെറിയ കേസിൽ ട്രൂ ആണെന്ന് പ്രൂഫ് ചെയ്യുന്നു, പിന്നെ എന്നിന് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്ത് n+1 ട്രൂ ആണെന്ന് പ്രൂഫ് ചെയ്യുന്നു. അതാണ് അല്ലെ. അപ്പൊ ഇവിടെ നോക്കാം, നോട്ട് ദാറ്റ് ദിസ് പാർട്ട് ഓഫ് തിയറം ഇസ് ട്രിവിയലി ട്രൂ. n=n1 ആകുമ്പോൾ എന്താ കിട്ടും? R സബ്സെറ്റ് ഓഫ് R എന്ന് കിട്ടും അല്ലെ. ഏത് സെറ്റും അതിന്റെ തന്നെ സബ്സെറ്റ് ആണ് നമുക്കറിയാം. ഇനി നമുക്ക് അസ്യൂം ചെയ്ത് R/n സബ്സെറ്റ് ഓഫ് R എന്ന് അസ്യൂം ചെയ്തിട്ട് R/n+1 സബ്സെറ്റ് ഓഫ് R എന്ന് പ്രൂഫ് ചെയ്യണം അല്ലെ. To show this, assume that എ ബി. അപ്പൊ നമ്മൾ എന്താ എങ്ങനെ ചെയ്യുന്നേ? R/n+1 നിന്ന് ഒരു മെമ്പർ എടുത്താൽ അത് ആറിലുണ്ടെന്ന് കാണിക്കണം അല്ലെ. അപ്പൊ എ ബി എന്ന് പറയുന്ന ഒരു മെമ്പർ R/n+1 എടുത്തു. അപ്പം അതിന്റെ അർത്ഥം ആക്ച്വലി ഇത് R/n+1 എന്ന് പറഞ്ഞ എന്താ? R/n കോമ്പോസിഷൻ R അല്ലെ. R/n കോമ്പോസിഷൻ R. എ എന്ന് പറയുന്ന R/n ട്രിപ്പിളും ബി എന്ന് പറയുന്ന ഒരു എലമെന്റുമാണ്. അപ്പൊ നോക്കുക, ദെൻ ബിക്കോസ് R/n+1 എന്ന് പറഞ്ഞാൽ R കോമ്പോസിഷൻ R ആണ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്താ മനസ്സിലാവും? there is an element ആക്ച്വലി R/n കോമ്പോസിഷൻ R ആണ്, R/n+1. അപ്പൊ തീർച്ചയായിട്ടും എക്കും ബിക്കും ഇടയ്ക്ക് ഒരാൾ കാണും അല്ലെ. അപ്പം ആ എലമെന്റ് എയിൽ നിന്നും ആ എലമെന്റിലോട്ട് എക്സ് കാണും, ബിയിൽ നിന്നും ആ എലമെന്റിൽ ബിയിൽ നിന്നുള്ളവർ ആറി കാണും. അങ്ങനെ അപ്പൊ നമുക്ക് ഡെഫിനിഷൻ അനുസരിച്ച് എക്സ് ബിലോങ്സ് ടു എ സച്ച് ദാറ്റ് എന്ത് പറയാം? എ എക്സ് ആറിലുണ്ട്, എക്സ് ബി R/n എന്ന് പറയാൻ പറ്റും അല്ലെ. ഡെഫിനിഷൻ ശരിയല്ലേ? കോമ്പോസിഷന്റെ ഡെഫിനിഷനാണ്. അപ്പം ഇൻഡക്റ്റീവ് ഹൈപ്പോത്തസിസ് അനുസരിച്ച് A/x, അപ്പൊ നമുക്ക് R/n സബ്സെറ്റ് ഓഫ് R എന്നാ. അപ്പൊ R/n എക്സ് ബി R/n ഉണ്ടെങ്കിൽ അത് എവിടെ കാണും? R കാണും അല്ലെ. എക്സ് ബി R കാണും. ഇപ്പൊ നോക്കിയേ, AX ആറിലുണ്ട്, എക്സ് ബി ആറിലുണ്ട്, ട്രാൻസിറ്റിവിറ്റി ഹോൾഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എ ബി എവിടെ കാണും? R കാണും. ശരിയല്ലേ? എ ബി R ഉണ്ടാവും. അപ്പൊ അതനുസരിച്ച് നമുക്ക് എന്ത് പറയാം? എ ബി R/n ഉണ്ടെന്ന് എടുത്തു, ഇപ്പൊ എ ബി R ഉണ്ടെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ R/n+1 സബ്സെറ്റ് ഓഫ് R എന്ന് കിട്ടും. ഓക്കെ, ഇതിന് ഹോംവർക്കാണ്. ഹോംവർക്ക് തന്നിരിക്കുന്ന ഒന്നും വിട്ടേക്കല്ല, എല്ലാം ചെയ്തോണം. നമ്മൾ ചെയ്ത് പഠിക്കുന്ന അനുസരിച്ച് കൺസെപ്റ്റ് മനസ്സിലാകത്തുള്ളൂ കേട്ടോ. ഇഷ്ടംപോലെ ഹോംവർക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. അതെല്ലാം അനുസരിച്ച് പഠിച്ചോണം, ചെയ്ത് പഠിക്കണം. ഞാൻ ബുക്ക് നോക്കും. ബുക്ക് നോക്കുമ്പോൾ നിങ്ങൾ എത്രമാത്രം ചെയ്യുന്നോ അതനുസരിച്ചാണ് നിങ്ങൾക്ക് പ്രോബ്ലം മനസ്സിലാകത്തുള്ളൂ. പ്രോബ്ലം ചുമ്മാ പറഞ്ഞാലോ കണ്ണും കൊണ്ടും മാത്രം മനസ്സിലാക്കാൻ ഇരുന്നാലോ മനസ്സിലാകത്തില്ല കേട്ടോ. സൊല്യൂഷൻ ചിലതിന്റെ സൊല്യൂഷൻ ഞാൻ എഴുതിയിട്ടുണ്ട്, ഹോംവർക്ക് കിട്ടത്തില്ലെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. കിട്ടാത്തവർക്ക്